السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിപൂർണമായി നമ്മെ കബൂലാക്കുമാറാകട്ടെ. നമ്മെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും ആദരവായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഏത് നിമിഷവും നമ്മുടെ അടുക്കലേക്ക് ഏതൊരു അനുവാദവും കൂടാതെ കടന്നു വരാൻ അനുവാദമുള്ള ഒരു അതിഥിയാകുന്നു മഹാനായ ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഏതൊരു മനുഷ്യൻ്റെ അടുക്കലേക്കും അസ്റാഈൽ നിസ്സങ്കോചം കടന്നു വന്നിരിക്കും. അള്ളാഹു ഒരു മനുഷ്യന് നൽകിയതായ അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും പിന്തിപ്പിക്കുകയില്ല. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ഏതൊരു മനുഷ്യനും അള്ളാഹു കണക്കാക്കിയതായ ആ മാസവും വർഷവും ദിവസവും എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അസ്റാഈലിൻ്റെ കരാളഹസ്തങ്ങളിൽ അമരേണ്ടി വരും. അതിനു മുമ്പായിട്ട് അള്ളാഹു പല പല സന്ദേശങ്ങളും പല പല രോഗങ്ങളായിക്കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ മുന്നിലേക്ക് നമ്മോടൊപ്പം ജീവിച്ച പലരെയും അള്ളാഹു തിരിച്ച് വിളിച്ചുകൊണ്ട് നമുക്ക് അള്ളാഹു പല പല ഗുണപാഠങ്ങളും കാണിച്ചു തരുന്നു. ആ ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നാം മരണത്തിന് വേണ്ടി തയ്യാറാകണം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഹിജ്റ കഴിഞ്ഞ് പരിശുദ്ധമായ മദീനയിലേക്ക് എത്തുമ്പോൾ വല്ലാതെ കരയുന്ന ഒരു സാഹചര്യം സ്വഹാബാക്കൾ കാണുന്നു. സ്വഹാബാക്കളിൽ പലർക്കും പനി ബാധിച്ചു എന്ന് ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കരയുമ്പോൾ സ്വഹാബാക്കൾ ചോദിക്കുന്നു, കൂടെയുള്ള അല്ലയോ സിദ്ദീഖ് അവറുകളെ, എന്തിനാണ് ഈ ചെറിയൊരു അസുഖത്തിൻ്റെ പേരിൽ കരയുന്നത്? നാം അല്പം പ്രയാസപ്പെട്ട് വന്നത് കാരണമായിക്കൊണ്ടല്ലേ നമുക്ക് രോഗം ബാധിച്ചത്? ആ സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാൻ കരയുന്നത് ആദരവായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതായ ഒരു ഹദീസ് ഓർമ്മിച്ചുകൊണ്ട് കരഞ്ഞതാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയുണ്ടായി, രോഗങ്ങൾ മരണത്തിൻ്റെ മുന്നറിയിപ്പുകളാണ്. അപ്പോൾ രോഗമാകുന്ന മുന്നറിയിപ്പുകളെ അവഗണിച്ചു കഴിഞ്ഞാൽ നാം അസ്റാഈൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അടുക്കിലേക്ക് പോകുമ്പോൾ നമുക്ക് വേണ്ട വിധം അമൽ ചെയ്യാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഞാൻ രോഗബാധിതനാണ്, എൻ്റെ മരണത്തിനുള്ള മുന്നറിയിപ്പ് ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് മഹാനവറുകൾ പാടുന്നു, വൽ മൗതു അദിനാ മിൻ ശിറാകി നഅലിഹി. ഓരോ മനുഷ്യരും അവരുടെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടുകൂടി ദിവസങ്ങൾ കഴിയുന്നു. എന്നാൽ അവൻ്റെ മരണമോ അവൻ്റെ ചെരുപ്പിൻ്റെ വാറിൻ്റെ അടുക്കലെത്തിയിരിക്കുന്നു. അവനിട്ടിരിക്കുന്ന ചെരുപ്പ് അവനോട് എത്രത്തോളം അടുത്തോ അതിനേക്കാളും അവനോടൊപ്പം മരണം അടുത്തിരിക്കുന്നു എന്ന് മഹാനായ ഖാബിദുൽ അർവാഹ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു. ശരിയല്ലേ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ? വൈകുന്നേരമാകുമ്പോൾ ഒരു ആട്ടിടയൻ ആടിൻ്റെ കയറിങ്ങനെ പിടിച്ച് വലിക്കുന്നത് കാണാം. എന്താണ്? ആടേ, നീ ഭക്ഷണങ്ങൾ പെട്ടെന്ന് തന്നെ കഴിച്ചോ, നിൻ്റെ വാസസ്ഥാനത്തേക്ക് മടങ്ങുവാനുള്ള സമയമായിരിക്കുന്നു. എന്നാൽ ഈ ഒരു മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് ആട് അത് വീണ്ടും ഇങ്ങനെ അശ്രദ്ധമായി നടന്നു കഴിഞ്ഞാൽ ഒട്ടിയ വയറുമായി ഇടയനോടൊപ്പം മടങ്ങേണ്ടി വരും. അതുപോലെ തന്നെ രോഗമാകുന്ന മുന്നറിയിപ്പുകളെ നാം അവഗണിക്കുകയാണെങ്കിൽ സൽക്കർമ്മങ്ങൾ കൂടാതെ അസ്റാഈലിനോടൊപ്പം നാമും മടങ്ങേണ്ടി വരും. അസ്റാഈലിൻ്റെ വിളിക്ക് നാം സന്തോഷത്തോടുകൂടി ഉത്തരം ചെയ്യണമെങ്കിൽ നമ്മുടെ ജീവിതം അങ്ങനെയാക്കി മാറ്റണം. അതിനുള്ള സൗഭാഗ്യം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകർ പറയുന്നു, അൽ ഖയ്യിസ് മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. യഥാർത്ഥ ബുദ്ധിമാൻ ആരാണെന്നറിയുമോ? അൽ ഖയ്യിസ് എന്നാകുന്നു പ്രവാചകർ പ്രയോഗിച്ചത്. ഏറ്റവും വലിയ ബുദ്ധിമാൻ മൻ ദാന നഫ്സഹു, അവൻ്റെ ശരീരത്തെ അവൻ വഴിപ്പെടുത്തുകയും വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാകുന്നു യഥാർത്ഥ ബുദ്ധിമാനെന്ന ആദരവായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് പോലെ തന്നെ പ്രവാചകർ പറയുന്നു, മനുഷ്യഹൃദയം തുരുമ്പ് പിടിക്കുമ്പോൾ പ്രകാരമാകുന്നു. ഇരുമ്പ് എപ്രകാരം തുരുമ്പ് പിടിക്കുമോ അപ്രകാരം മനുഷ്യഹൃദയം തുരുമ്പ് പിടിക്കും. സ്വഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ആ തുരുമ്പിനുള്ള പ്രതിവിധി എന്താണ് നബിയെ? ആ സമയത്ത് പറയുന്ന ദിക്റുൽ മൗത്ത്, മരണസ്മരണയാകുന്നു. തിലാവത്തുൽ ഖുർആൻ, പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധമായ ഖുർആൻ പാരായണം നിന്റെ നാവിലൂടെ ചെയ്യൽ. അത് ഹൃദയത്തിൻ്റെ തുരുമ്പിനെ മാറ്റിക്കളയാൻ ഉപകരിക്കുന്നതാകുന്നു. അതുപോലെ തന്നെയാകുന്നു മരണസ്മരണ, മരണത്തെക്കുറിച്ച് അധികമായി ഓർമ്മിക്കുക. അക്സിറൂ ദിക്റൽ മൗതി ഹാദിമിൽ ലദ്ദാത്ത്. പ്രവാചകർ മദീനയിലേക്ക് കടന്നു വരുമ്പോൾ സഹാബാക്കൾ വല്ലാതെ കരയുന്നു. ആ സമയത്ത് പ്രവാചകർ പറഞ്ഞു, അക്സിറൂ ദിക്റൽ മൗത്ത്, മരണസ്മരണയെ നിങ്ങൾ അധികരിപ്പിക്കുക. ഹാദിമുൽ ലദ്ദാത്ത്, സർവരസങ്ങളും സുഖങ്ങളും മുറിച്ചു കളയുന്ന മരണസ്മരണയെ നിങ്ങൾ അധികരിപ്പിക്കുക. അതിനുള്ള സൗഭാഗ്യം അല്ലാഹു നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മരണത്തെക്കുറിച്ച് കൂടുതലായി ഓർമ്മിക്കുക. അതുപോലെ തന്നെ മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി തയ്യാറാവുക. അല്ലാഹു മരണശേഷമുള്ള ജീവിതം വിജയിച്ചവരുടെ കൂട്ടത്തിൽ സാധുക്കളും പാപികളുമായ നമ്മെയും അല്ലാഹു ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.